മലയാളി മജീഷ്യൻസ് അസോസിയേഷന്റെ 12ാമത് വാർഷിക സമ്മേളനം പ്രസിദ്ധ മജീഷ്യൻ സാമ്രാജ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ബിനു പൈറ്റാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 6 മുതിർന്ന മാന്ത്രികരെ മാന്ത്രിക ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. 23-അംഗ ഭരണസമിതിയെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. കേരളത്തിലെ പ്രൊഫഷണൽ മജീഷ്യന്മാരുടെ സംഘടനയായ മലയാളി മജീഷ്യൻസ് അസോസിയേഷന്റെ 12ാമത് വാർഷിക സമ്മേളനം എറണാകുളം സൗത്ത് ചാവറ കൾച്ചർ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചു. സമ്മേളനം സുപ്രസിദ്ധ മജീഷ്യൻ സാമ്രാജ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്മാർ തന്നെ നമ്മുടെ ഇത് വിലയില്ലാതാക്കുന്നു എന്ന് ഞാൻ പറയും. പണ്ട് മാജിക് എന്ന് പറഞ്ഞ മജീഷ്യൻ, മാൻ മേക്ക് ദ മജീഷ്യൻ എന്നൊക്കെ പറയുന്ന തൊപ്പിയും വടിയും ആ സ്റ്റൈലുള്ള കോട്ടും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം മജീഷ്യൻ കൊള്ളാം, കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കും, ഇപ്പം ലോക പ്രശസ്ത മജീഷ്യൻ വരുന്നു എന്നൊക്കെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ ഇരിക്കും. എന്താണ് ആ തൊപ്പിയും വടിയും ഒക്കെയാണ്. ഇപ്പൊ എന്ത് തൊപ്പി എന്ത് വടി, പേരിന് വേണമെങ്കിൽ ഒരു കോട്ടിട്ടോണ്ട് വരും, പക്ഷെ ചപ്പലായിരിക്കും ഇട്ടേക്കുന്നത്. മാജിക് പ്രകടനങ്ങളിൽ നമ്മുടെ തന്നെ മൂല്യം കുറയുന്ന തരത്തിലുള്ള അവതരണങ്ങൾ ഒഴിവാക്കണമെന്നും വസ്ത്രധാരണത്തിലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഗുണനിലവാരത്തിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് ബിനു പൈറ്റാൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് സേബ സ്വാഗതം ആശംസിച്ചു. രക്ഷാധികാരി മയൻ വൈദർഷ മുഖ്യ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി ജോസഫ് സേബയും വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ നൌഷാദും അവതരിപ്പിച്ചു. അസോസിയേഷന്റെ 2026 സംസ്ഥാന ഭാരവാഹി ബിനു പൈറ്റാലിനെ പ്രസിഡന്റായും പ്രശാന്ത് വെങ്ങാടിനെ സെക്രട്ടറിയായും നൌഷാദ് രാമനാട്ടുകരയെ ട്രഷററായും 23-അംഗ ഭരണസമിതിയെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ വെച്ച് 6 മുതിർന്ന മാന്ത്രികരെ മാന്ത്രിക ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. പ്രതിനിധി സമ്മേളനത്തിന് ശേഷം പ്രഗത്ഭ മജീഷ്യന്മാർ അവതരിപ്പിച്ച ജാലവിദ്യാ പ്രകടനവും മജീഷ്യന്മാർക്കായി മുതിർന്ന മാന്ത്രികർ നയിച്ച മാജിക് ക്ലാസും ശ്രദ്ധേയമായി. സമ്മേളനത്തിൽ പങ്കെടുത്ത മജീഷ്യന്മാർക്കായി മാജിക് ഉപകരണങ്ങളുടെ ഡീലർ സ്റ്റാളുകളും പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പൊ പള്ളൂർത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. അപ്പം സീ യു ഓൾ ദേർ.